ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോഴേ ഇത് കണ്ടോ, എൻ്റെ അഡീനിയം പ്ലാന്റ് കണ്ടോ? ഞാൻ അഡീനിയത്തെ ഈ മാസം ഒന്ന് കെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന 5 ദിവസങ്ങൾ അഡീനിയത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക. കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മെയ്യിൽ ഈ അഡീനിയത്തിൽ തന്നെ നിറയെ കായ്കളുണ്ടായിട്ടുണ്ടായിരുന്നേ. ഇതിലുണ്ടാകുന്ന കായ്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് പാകമാകുമ്പോഴേക്കും നമ്മൾ ഈ ബോൾസത്തിൻ്റെയൊക്കെ അരി പൊട്ടിത്തെറിക്കുന്ന പോലെ ഇങ്ങനെ പൊട്ടും കേട്ടോ. അത് തെറിച്ചത് ഈ അപ്പൂപ്പന്താടി പോലെ പറന്നു പോകും. അത് പോകാതിരിക്കാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും 2 സൈഡും കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചാൽ അതങ്ങനെ ഇരുന്നോളും. അപ്പം നന്നായിട്ട് അത് നല്ല ഉണങ്ങി എന്നുള്ളൊരു പാകമാകുമ്പോഴേക്കും എടുത്തിട്ട് ഈ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മാത്രം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഇതിൻ്റെ അരികൾ പാകി കിളിർപ്പിക്കുക. അങ്ങനെ കിളിർപ്പിച്ച കുറേ തൈകൾ എൻ്റെ അടുത്തോട്ട് കേട്ടോ. ആ തൈകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 2 എണ്ണം പൂത്തിട്ടുണ്ട്. ഒരു തൈകൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ല, 10-60 10-70 തൈകളോളം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കുള്ള കളർ എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന ഈ മജന്ത കളറ്, പിന്നെ വെള്ള, പിന്നെ ഒരു മജന്ത തന്നെ, പക്ഷേ അതിൻ്റെ പൂക്കൾക്ക് ചെറിയ ഷേപ്പ് വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ, അതായത് കഴിഞ്ഞ ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ വിത്ത് പാകിയത്. ഇപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അപ്പോൾ 8 മാസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. 8 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ 7-8 മാസം കൊണ്ട് ആ തൈകളിൽ 2 എണ്ണം നന്നായിട്ട് പൂത്ത് കേട്ടോ. പക്ഷേ കോഡെക്സ് ഒന്നും അത്ര വലിപ്പത്തിൽ വന്നിട്ടില്ല. കാരണമുണ്ട്. കോഡെക്സ് വലിപ്പത്തിൽ വരാത്തതിൻ്റെ കാരണം ഞാൻ അതിന് അത്ര വളമൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പാകിയ പോലെ ഇങ്ങനെ അതുപോലെ തന്നെ നിന്നിട്ടിങ്ങനെ വളർന്നു വന്നതാണേ. അപ്പം ഞാനത് കാണിക്കാം, ചെടി രണ്ടും. അപ്പോൾ ഞാനതെടുത്ത് എന്നാൽ റിപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സീഡ്ലിങ്സ് എടുത്ത് നമ്മൾ തൈ ഉണ്ടാക്കുമ്പോൾ, അത് പൂക്കുമ്പോൾ അതിൽ വ്യത്യാസം വെറൈറ്റി പൂക്കളുണ്ടാവും എന്നുള്ളതിന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ 2 എണ്ണവും, അതായത് ഞാൻ 2 ചെടികൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഈ ചെടി കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ, ഈ പൂവിൻ്റെ കളറിന് തന്നെ വ്യത്യാസമുണ്ട്. അതിൻ്റെ കോഡെക്സ് കണ്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ചാൽ ഇതുപോലെ കോഡെക്സ് വരത്തില്ല കേട്ടോ. പൂക്കൾ നിറയെ ഉണ്ടാവും, പക്ഷേ കോഡെക്സ് ഇതുപോലെ ഉണ്ടാവില്ല. സീഡ്ലിങ്സിൽ നിന്ന് മാത്രമേ ഇതുപോലെ നന്നായിട്ട് കോഡെക്സ് ഉണ്ടാവുകയുള്ളേ. അപ്പോൾ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു മജന്ത കളർ തന്നെ, പക്ഷേ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ റേന്ത പോലെ ഇതുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിപ്പം 3-4 മൊട്ടുമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഓർത്ത് ഇതിനെ റീപ്ലാന്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് നാടനാണ്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇതിനെ സംരക്ഷിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൂൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അവിടം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ പാം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സാഫ് തെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴെ നിന്നുള്ള നോട്ട്സിൽ നിന്നൊക്കെ വിരിയും. പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് വേറെ കളറൊക്കെ വെച്ചിട്ട്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ ഏതായാലും ഇങ്ങനെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 3-4 പൂക്കൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുകയായിരുന്നു, നമുക്ക് നഴ്സറിയിലൊക്കെ പോയ ഇഷ്ടംപോലെ തൈകളും നല്ല മൾട്ടി പെറ്റൽസിൻ്റെ പല കളറിലുള്ള റോസാപ്പൂ പോലുള്ള പല കളറിലുള്ള ചെടികൾ കിട്ടും. പക്ഷേ കുറച്ച് വില കൂടുതലാണ് കേട്ടോ. അപ്പം ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ കോംബോ ഓഫർ എന്ന് പറഞ്ഞ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 5-6 വാങ്ങിച്ചു. പക്ഷേ എല്ലാം ഒന്നും അങ്ങ് റെഡി ആയില്ല. പക്ഷേ അതിൽ പൂക്കളൊന്നും ഇല്ലായിരുന്നു. അവർ പിക്ചർ കാണിച്ച്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ അതിൽ സീഡ്ലിങ്സ് ഉണ്ടായിരിക്കുന്നത് കണ്ടോ, ലൈറ്റ് റോസ് കണ്ടോ. എനിക്ക് ആ ലൈറ്റ് റോസ് കളർ എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പൂവുണ്ടായിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് തമ്മിൽ 2 വ്യത്യാസം കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കി തൈകളിലും ഇതുപോലെ തന്നെ പൂക്കളുണ്ടാകും. ഞാനത് പിന്നീട് കാണിക്കാം പൂക്കളുണ്ടാകുമ്പോൾ. ഇതിൻ്റെ കോഡെക്സ് കണ്ടോ, നല്ല വൃത്തിയായിട്ട് വരും ഇനി. അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ മുറ്റത്തുണ്ടായ, നമ്മൾ വളർത്തിയെടുത്ത, അതായത് 6-7 വർഷങ്ങൾ പഴക്കമുള്ളതാണ് എൻ്റെ മദർ പ്ലാന്റുകളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിത്തെടുത്ത് ഇങ്ങനെ തൈകളുണ്ടാക്കി പൂവുണ്ടായി വരുമ്പോൾ എന്ന് പറയുമ്പം അതൊരു പ്രത്യേകത തന്നെയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാസമല്ല, ഈ ഒരാഴ്ച ഞാൻ എൻ്റെ ഈ അഡീനിയത്തിൻ്റെ കെയറിങ്ങിന് വേണ്ടി അങ്ങ് മാറ്റി വെക്കാമെന്ന്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ അഡീനിയത്തിൻ്റെ തൈകൾ ഉണ്ടെങ്കിൽ
നിങ്ങളും അതൊന്ന് കെയർ ചെയ്യുക. ഇനി നല്ല പൂക്കളുണ്ടാകുന്ന സമയമാണ്. ഒരു മെയ് മാസം വരെ നന്നായിട്ട് പൂക്കളുണ്ടാകും. ബൊഗെയിൻവില്ലയും അഡീനിയം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നിറയെ പൂക്കളുടെ വസന്തം തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും, മിക്കവർക്കും ഉണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ ഒത്തിരി വെറൈറ്റീസിൻ്റെ ഇത് ഞാൻ നോക്കാറില്ല. എനിക്ക് നിറയെ പൂക്കൾ കണ്ടാൽ മതി കേട്ടോ. അതേത് കളറാണെങ്കിലും എനിക്ക് പൂക്കളുണ്ടായാൽ മതി. അല്ലാതെ എനിക്ക് വെറൈറ്റീസ് വേണമെന്നൊന്നും താല്പര്യമില്ല. അപ്പം ഞാനുണ്ടാക്കിയെടുത്ത എൻ്റെ ഈ ചെടികൾ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിൽ ഈ പൂക്കളുണ്ടായപ്പോൾ വ്യത്യസ്തമായ കളറും ഒക്കെയുള്ള പൂക്കൾ, ഇതൊക്കെ നല്ലതല്ലേ? അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. കണ്ടോ? ഇത്ര നല്ലതല്ലേ? അപ്പോൾ നമുക്കിതിനെ ഒന്ന് റീപോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സീഡ്ലിങ്സ് ഇനി ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി എന്തായാലും ഉടനെ അടുത്ത മാസമൊക്കെ കഴിയുമ്പോൾ, ഒരു മാസമൊക്കെ കഴിയുമ്പോൾ, ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇതിൽ സീഡ്ലിംഗ് ഉണ്ടാകും. ആ സീഡ്ലിങ് പ്രത്യേകം എടുത്ത് വെച്ച് സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക, അത് പൊട്ടി പറന്ന് പോകാതെ. കാരണം അപ്പൂപ്പന്താടി പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് പറന്ന് പോയി എവിടെയെങ്കിലുമൊക്കെ വീണ്ടും തൈകൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഈ മണ്ണിലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇത് പാകി കളിപ്പിച്ച് ഇതുപോലെയുള്ള നല്ല ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെറുതെ നിന്നാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഒത്തിരി വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ട, വലിയ സംരക്ഷണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. ബൊഗെയിൻവില്ലയ്ക്ക് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകും. അപ്പം ഞാനിത് നടാൻ വേണ്ടി ഒരു മീഡിയം സൈസ്, കാരണം ഇതിൻ്റെ കോഡക്സ് ഒന്നും വലുതല്ലല്ലോ. അപ്പോൾ അടുത്ത വർഷം, ഈ വർഷം ഇത് പൂത്തെല്ലാം കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോഴേക്കും നല്ല ഞാൻ വെച്ചിരിക്കുന്ന ചട്ടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ ചട്ടികളിലേക്ക് മാറ്റി നമുക്ക് വെക്കാം. അപ്പോൾ ഇത് നടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ആ കോഡക്സ് മേളിൽ കാണത്തക്ക രീതിയിൽ വേണം നമുക്ക് നടാനായിട്ട്. അപ്പം ഞാനിത് മണ്ണും മണലും ചാണകപ്പൊടിയും പിന്നെ 19-19 പിന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടെ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തത് മിശ്രിതമാണ് കേട്ടോ. കാരണം എനിക്ക് മദർ പ്ലാന്റിനെല്ലാം ഇടണം, അതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് ഈ ഒരാഴ്ച അടീനിയത്തെ ശ്രദ്ധിക്കുക. എന്നോടൊപ്പം ചേരുക കേട്ടോ. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളിങ്ങനെ സീഡ്ലിങ്സ് വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ ആ സീഡ്ലിങ്സിൽ നിന്ന് വ്യത്യസ്തമായ കളറുകൾ പൂക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളെങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഒരു പ്രചോദനമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അല്പം താങ്ക് യു ഫോർ വാച്ചിങ്.